ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയനുസരിച്ച് ഭൂനികുതി ഇനത്തിൽ മാത്രം സ്റ്റേയുള്ളത് 25 കോടിയിലധികം രൂപയ്ക്കാണ്. 32,661 കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ കോടതി മുഖേന സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് കേവലം 1,435 കേസുകൾക്ക്. തുക 10.5 കോടി രൂപ. സർക്കാർ സ്റ്റേ നൽകിയത് 3,671 കേസുകളിൽ 7 കോടി രൂപയ്ക്ക്. ലാൻഡ് റവന്യൂ കമ്മീഷൻ അടക്കം ഉന്നതതലത്തിൽ സ്റ്റേ അനുവദിച്ചത് 27,553 കേസുകളിലായി 6 കോടി രൂപയുമാണ്. ഇതിൽ കെട്ടിട നികുതി ഇനത്തിലാണ് ഏറ്റവും അധികം സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. 1,614 കേസുകളിലായി 19 കോടി രൂപ. അടിസ്ഥാന ഭൂനികുതിയിൽ 25,129 കേസുകളുണ്ട്. തോട്ട നികുതി ഇനത്തിൽ 3 കോടി രൂപയുടെ സ്റ്റേയുമുണ്ട്. ഇതിൽ ഏറിയ പങ്കും സർക്കാർ അനുവദിച്ച സ്റ്റേ ആണെന്നതും ശ്രദ്ധേയമാണ്. ധനമന്ത്രി നേരിട്ട് സ്റ്റേ നൽകിയത് സംബന്ധിച്ച വിശദാംശങ്ങൾ റവന്യൂ കമ്മീഷണറേറ്റിൽ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് മറുപടിയിൽ വ്യക്തമാക്കുന്നു. നികുതി ഇനത്തിലെ സ്റ്റേ ഒഴിവാക്കുന്നതിനായി വകുപ്പ് എന്ത് നടപടികൾ സ്വീകരിക്കുന്നുവെന്നും മറുപടിയിൽ വ്യക്തമല്ല. നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനായി കോടതി വഴിയുള്ള സ്റ്റേകൾ ഒഴികെയുള്ളവ ഉടൻ റദ്ദാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് കോടിക്കണക്കിന് രൂപ സ്റ്റേയിൽ കുരുങ്ങി പാഴാകുന്നത്. MS അനീഷ് കുമാർ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.